ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അതായത് ഏതൊരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഒരാളാണെങ്കിലും അത് സി എ ആയിക്കോട്ടെ, സി എസ് ആയിക്കോട്ടെ, സി എം എ ആയിക്കോട്ടെ, നമുക്കറിയാം നമ്മുടെ സിലബസ് വളരെ വൈഡാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. എല്ലാവരുടെ പരാതി അത് തന്നെയാണ്. ഇത്രയും പഠിച്ചിട്ട് ഞാൻ പോണം, എന്നിട്ട് ആകെ 100 മാർക്സിനാണ് ചോദിക്കുക. അത് അവർ എവിടുന്നെങ്കിലൊക്കെ ചോദിക്കും. പിന്നെ എങ്ങനെയാണ് എനിക്ക് മാർക്ക് കിട്ടുക, അല്ലെ? അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഏത് കോഴ്സിന് പഠിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് ഇന്നോ ഇന്നലെയോ അല്ല. എന്തായാലും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇത് മൂന്നും, അല്ലെ? സി എ ആയിക്കോട്ടെ, സി എസ് ആയിക്കോട്ടെ, സി എം എ ആയിക്കോട്ടെ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങിയ കാലം മുതൽ തന്നെ അവർക്ക് സിലബസും ഉണ്ട്, അവർ എക്സാംസും നടത്തുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് ഏതാന്നുള്ളത് ഫസ്റ്റ് നോക്കുക. അപ്പൊ നിലവിൽ ഇപ്പോ സി എസ് ആണെങ്കിലും സി എം എ ആണെങ്കിലും ഒക്കെ സിലബസ് 2022 തന്നെയാണ്. അപ്പൊ സിലബസ് 2022 പ്രകാരം അവർക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത്, ആ സബ്ജക്ട്സിനൊക്കെ അവരുടേതായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു സാമ്പിൾ ബേസിസിൽ സി എം എയുടെ ടാക്സേഷൻ എന്നുള്ള പേപ്പർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിലവിലുള്ള സിലബസ് 2022 ആണ്. അപ്പൊ അതിലെ ടാക്സേഷൻ പേപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തു തരാം. ഇതുപോലെ നിങ്ങൾ മറ്റുള്ള സബ്ജക്ട്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനാലിസിസ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വരും എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 60 എബവ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് പലപ്പോഴും വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നും വലിയ ഐഡിയ ഇല്ല. അതുപോലെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരിക, അതിന് എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. അത് കളക്ട് ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നമുക്ക് നെറ്റിൽ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ നോക്കിയാൽ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അത് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം പഠിക്കാൻ തുടങ്ങി കുറച്ച് കഴിയും തോന്നും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക. അങ്ങനെ ആ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അങ്ങനെ ചില ഇൻറ്റ്യൂഷൻസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിലവിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എം എയുടെ ആണ്. അപ്പൊ സി എം എയുടെ ടാക്സേഷൻ എന്നുള്ള പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡയറക്ട് ടാക്സ് 50 മാർക്സിനും ഇൻഡയറക്ട് ടാക്സ് 50 മാർക്സിനും അങ്ങനെയാണ് അവർ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഇതില് ടാക്സേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിനെ 2 സെക്ഷനായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ എ ഫുള്ളി MCQ ആണ്. MCQ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ക്വസ്റ്റ്യനും അതിൽ 4 ഓപ്ഷൻസ് തരും. അതിലേതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്ത് എഴുതണം. അങ്ങനെ 15 സബ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ്. ഇത് ഫുൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നുള്ളതും അതിന്റെ സബ് ക്വസ്റ്റ്യൻസും. അങ്ങനെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കായിരിക്കും. നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല. അപ്പൊ ടോട്ടലി 30 മാർക്സ് ഈ MCQ തന്നെ വരും. ഇത് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ അതിൽ 6 ക്വസ്റ്റ്യൻ DT എന്നായിരിക്കും, ഡയറക്ട് ടാക്സ് എന്നായിരിക്കും. അറൌണ്ട് 7 ക്വസ്റ്റ്യൻസ് ഇൻഡയറക്ട് ടാക്സ്, അതിലും GST എന്നായിരിക്കും. 2 ക്വസ്റ്റ്യൻസ് കസ്റ്റംസ് എന്നായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതൊക്കെ അത്യാവശ്യം സിമ്പിൾ തന്നെയാണ്, അല്ലാതെ ഒരുപാട് ടഫ് ഒന്നും അല്ല. 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർ അതിൽ ചോദിച്ചിട്ടുള്ളൂ. ചിലതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ E-way ബില്ലിന്റെ ലിമിറ്റ് എത്രയാണ്, അത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഈ MCQല് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു അതിന് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ചിലതൊക്കെ ശരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഈ 30 മാർക്സിന് വരുന്നത്. അപ്പൊ ഈ 30 മാർക്സ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്തേ മതിയാവും. അടുത്തത് ഇനി സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വരുന്നത് 7 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 7 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ MCQന് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇടുന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 to 8 വരെയാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. ഈ 7 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 2 എണ്ണം നമുക്ക് ഓപ്ഷനിൽ വിടാം. നമുക്ക് ഇഷ്ടമുള്ള 5 എണ്ണം എഴുതിയാൽ മതി, 2 എണ്ണം നമുക്ക് ഓപ്ഷനിൽ വിടാം. അപ്പൊ എഗെയിൻ ഓരോ ക്വസ്റ്റ്യനും, അതായത് ഈ 7 ക്വസ്റ്റ്യനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഓരോ ക്വസ്റ്റ്യനിലും 2 സബ് ക്വസ്റ്റ്യൻസ് വീതമാണ് നോർമലി കാണുന്നത്. ആ സബ് ക്വസ്റ്റ്യൻസ്, ഓരോ സബ് ക്വസ്റ്റ്യനും 7 മാർക്കിനായിരിക്കും. അങ്ങനെ ടോട്ടലി 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓരോ സബ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ A 7 മാർക്കിന്, B 7 മാർക്കിന്, അങ്ങനെ 7 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്.
അപ്പൊ ടോട്ടൽ 98 മാർക്സിന് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ 5 അറ്റൻഡ് ചെയ്താൽ മതി, എന്നാലേ ടോട്ടലി 100 മാർക്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുള്ളൂ. മേലത്തെ 30 മാർക്സും ഇവിടെ നിന്ന് ഒരു 70 മാർക്സും, അങ്ങനെ ടോട്ടലി 100 മാർക്സ് ആവും. അപ്പൊ ഞാൻ ഇത് 3 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു അനാലിസിസ് നടത്തിയിട്ട് എഴുതി വെച്ചതാണ് ഈ കാണുന്നത്. ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 24 ഈ 3 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടോപ്പിക്സ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ കണ്ട ഒരു പാറ്റേൺ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ നോർമലി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി വന്നിട്ട് സാലറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ടും 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 7 മാർക്കിന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാലോ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ഹൗസ് പ്രോപ്പർട്ടി എന്നാണ്, ബി PGBP എന്നാണ്. നാലാമത്തേല് ക്യാപിറ്റൽ ഗെയിൻ എന്നും IFOS എന്നും, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അഞ്ചാമത്തേല് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡും അതുപോലെ ടോട്ടൽ ഇൻകം, അതായത് 115 BAC പ്രകാരം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഓപ്ഷണൽ സ്കീം പ്രകാരം ചെയ്യാനുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ പ്യൂർലി തിയറി ആയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടത്. അതും GSTയുടെ ബേസിക്സ്, അതായത് GSTയുടെ ഫീച്ചേഴ്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. ഒന്നില് GST വരാനുണ്ടായ കാരണം, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് GSTN നെറ്റ്വർക്കിന്റെ പ്രത്യേകത, പിന്നെ ഒന്നില് GST കൗൺസിലിനെ കുറിച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നത് ബേസിക്സ് എന്നുള്ള തിയറി ക്വസ്റ്റ്യൻസ്. അപ്പൊ 7 മാർക്കിന് 2 അപ്പൊ നിങ്ങൾ ഓരോ ടോപ്പിക്കും 7 മാർക്കിന് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കണം. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഐദർ ചാർജ് ഓഫ് സപ്ലൈ RCM അതല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം കണ്ടിരുന്നു. പിന്നെ അതുപോലെ വാല്യൂ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ആ പാർട്ട് എന്നൊക്കെയാണ് വരുന്നത്. അതെന്നൊക്കെ ഉള്ള പ്രോബ്ലം ടൈപ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ITC റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. പിന്നെ 8B നോർമലി കസ്റ്റംസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു, ബാക്കി 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നോക്കുകയാണെങ്കിൽ 3 അറ്റംപ്റ്റിലും സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടത്. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാംസിനും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഓക്കെ, സാധ്യത. എനിവേ എന്തായാലും 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അല്ലാതെ ഇപ്പൊ 10 മാർക്കിനോ 12 മാർക്കിനോ അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടില്ല. അപ്പൊ നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അവിടുന്ന് 7 മാർക്സിന് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനാലിസിസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഒരു പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞയുടൻ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് അതിൽ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓരോ അറ്റംപ്റ്റിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെ ഏത് ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണോ, അല്ല സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, അതായത് ഓരോ ടൈപ്പ് റെസിഡന്റിനും എന്ത് ഇൻകം ആണ് ടാക്സബിൾ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ വന്നിരിക്കുന്നത്, അതും കൂടെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഓരോ അറ്റംപ്റ്റിലും ഏത് ചോദിച്ചിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റിൽ ഏതായിരിക്കും ചോദിക്കാൻ സാധ്യത, അല്ലെങ്കിൽ എങ്ങനത്തെ ചോദിക്കാനാണ് സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ സാലറി എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. അത് പഠിച്ച ശേഷം അഗൈൻ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 3ലും ഇതേ ഹെഡത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെ ആവുമ്പോൾ അതിന് ഇനി എങ്ങനത്തെ വരാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഓരോ ചാപ്റ്റർ പഠിക്കും തോറും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തീർച്ചയായിട്ടും 60 മാർക്കിന് മീതെ വാങ്ങിച്ചിട്ടായിരിക്കും പാസ്സാവുക. ഒരിക്കലും നമുക്ക് 60 താഴെ വരില്ല. കാരണം നമ്മൾ അത്രയും പ്ലാൻഡ് ആയിട്ടാണ് എക്സാമിന് പോകുന്നത്. എക്സാംസിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും, അതെങ്ങനെ ആൻസർ എഴുതണം, അതുപോലെ ഏത് ടോപ്പിക്സ് ആയിരിക്കും വരാൻ സാധ്യത, അതുവരെ ഗസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നത്. അപ്പൊ ഇത്രയും പ്ലാൻഡ് ആയിട്ട് ഒരാൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ, അതായത് സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്കിനോടൊപ്പം ഈ ഒരു സ്മാർട്ട് വർക്കും കൂടെ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 60 എബോവ് അല്ലെങ്കിൽ 70 എബോവ് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഇത് മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇതിപ്പോ ഞാൻ CMAയുടെ ഒരു ഇതായിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും ഏത് സബ്ജക്ട് ആണെങ്കിലും ഇതേപോലെ ഒരു പാറ്റേൺ ഉണ്ട്. ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ഇതിപ്പോ ഈ CMAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ എനിക്ക് ടോപ്പിക് അടക്കം സെയിം ആയിട്ട് കിട്ടി. ചിലപ്പോൾ മേ ബി ഒരേ ചാപ്റ്റർ അങ്ങനെ വരണമെന്നില്ല, എങ്കിലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതായത് മാക്സിമം എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, മിനിമം എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് വഴി അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ജൂൺ എക്സാംസിൽ അല്ലെങ്കിൽ ഇനി വരുന്ന കമ്മിങ് എക്സാംസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.